വർഷത്തിന് മുമ്പ് അദ്ദേഹം ബോളിവുഡിൽ ദേവാനന്ദന്റെ സ്റ്റണ്ട് ഡ്യൂപ്പായിരുന്നു. 1972 പുറത്തു വന്ന നിഴലാട്ടം എന്ന ചിത്രത്തിലെ ചെറിയ വേഷത്തിലൂടെ സിനിമാ പ്രവേശം. ചതിയനും കൊലപാതകിയും വേട്ടക്കാരനുമൊക്കെയായി സ്ക്രീനിൽ നിറഞ്ഞാടി. വില്ലൻ വേഷങ്ങളാണ് ആദ്യകാലത്ത് സിനിമയിൽ അധികവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. 1971 പുറത്തിറങ്ങിയ മാപ്പുസാക്ഷി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് സിനിമയിൽ സജീവമായ അദ്ദേഹം മലയാളത്തിൽ ഏകദേശം 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. PJ ആന്റണിക്കും കൊട്ടാരക്കരയ്ക്കും ശേഷം മലയാള സിനിമയിൽ പൗരുഷത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമായി മികച്ച നടനായിട്ട് കൂടി അദ്ദേഹത്തെ വില്ലൻ വേഷത്തിൽ പ്രതിഷ്ഠിക്കാനാണ് വാണിജ്യ സിനിമാ വക്താക്കൾ തുനിഞ്ഞത്. മറ്റുള്ള വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം തന്റെ അഭിനയത്തിലൂടെ തെളിയിച്ചു. അതിഥി, തച്ചോളിയമ്പു എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ഏറ്റവും നല്ല അഭിനയത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു.